ഈ സിനിമ എവിടെയാണ് വർക്കൗട്ട് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ പെർഫോമൻസുകളും അല്ലെങ്കിൽ സിറ്റുവേഷണൽ കോമഡീസും കൊണ്ടാണ്. പ്രത്യേകിച്ച് നെസ്ലൻ, മമിത ബൈജു, ശ്യാം മോഹൻ ആൻഡ് സംഗീത് പ്രതാപ്, അതായത് നെസ്ലന്റെ കൂട്ടുകാരൻ ആൻഡ് ശ്യാം മോഹന്റെ ആദി എന്ന് പറയുന്ന ക്യാരക്ടർ, ഇങ്ങനെ വന്നുപോയ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഈ സിനിമയിലുണ്ട്. എന്തെങ്കിലും എന്നല്ല, അവർക്ക് കുറെ സംഭവങ്ങൾ ചെയ്യാനുള്ളത് ഉണ്ടായിരുന്നു. ഈവൻ അവരുടെ ആ ഒരു കോൺവെർസേഷൻ ആയാലും അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാളെ കണ്ടുമുട്ടുക, അയ്യോ എന്നുള്ള രീതിയിലുള്ള അവസ്ഥകളിലൊക്കെ നമുക്ക് തന്നെ ഓഡിയൻസിന് തന്നെ അവിടെ ഒന്ന് എൻജോയ് ചെയ്തിരുത്താനായിട്ട് അല്ലെങ്കിൽ അവരെ രസിപ്പിച്ചിരുത്താനായിട്ട് ഗിരീഷ് ഷെഡി ശ്രദ്ധിച്ചിട്ടുണ്ട്. സിനിമ ഒരു 2.5 മണിക്കൂർ ഡ്യൂറേഷനുള്ള ഈ പടത്തില് ത്രൂ ഔട്ട് ആയാലും ശരി പലയിടങ്ങളിലും ഒരു ലാഗും തോന്നിക്കാതെ വലിയ രീതിയിൽ തന്നെ സിനിമയിൽ പിടിച്ചിരുത്തുന്നതിനുള്ള ഫാക്ടർ ഇവിടെ ഉണ്ട് എന്ന് തന്നെ പറയാം. പിന്നെ പറയേണ്ടത് ഈ സിനിമയിൽ നെസ്ലന്റെ ഒരു പെർഫോമൻസ് ആണ്. ഇതിനു മുമ്പുള്ള പല സിനിമകളിലും ആള് ഇതേ ടൈപ്പ് റോളുകൾ, ഇപ്പൊ കൂട്ടുകാരുടെ കൂടെ നിന്നിട്ടുള്ള കുറെ റോൾ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ ഈ സിനിമയിലത്തെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ സീൻ, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലൊക്കെ ഒരു അവസ്ഥയിൽ പലരാലും ഇങ്ങനെ കുറ്റപ്പെടുത്തപ്പെട്ടും അല്ലെങ്കിൽ